ഇന്നു മുതൽ ആകാശത്ത് ചന്ദ്രൻ അല്ലെങ്കിൽ മൂണെന്ന് പറയുന്നൊരു വസ്തുവില്ല, കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആയി, മൊത്തത്തിൽ അപ്രത്യക്ഷമായി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക ഒന്ന് നോക്കിയാലോ. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, രാത്രി ഫുൾ പിച്ച് ഡാർക്ക് ആയിരിക്കും. അതായത് സാധാരണ സൂര്യനിൽ നിന്നുള്ള വെട്ടം ചന്ദ്രനിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് കുറച്ചൊക്കെ രാത്രി ഭൂമിയിൽ വരുന്നുണ്ടല്ലേ, എന്നാൽ ചന്ദ്രൻ ഇല്ലാതാകുന്നതോടുകൂടി ആ വെട്ടം വരുന്നത് നിൽക്കും. അപ്പോൾ ടോർച്ചൊക്കെ എടുത്ത് കയ്യിൽ കരുതിക്കൊള്ളുക, രാത്രി ഒന്നുമേ കാണാൻ പറ്റില്ല. പക്ഷേ മനോഹരമായിട്ടുള്ള മറ്റൊരു സാധനം നമുക്ക് കാണാൻ പറ്റും. ആകാശത്ത് നക്ഷത്രങ്ങൾ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് തിളങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു കോസ്മിക് വൈബ് ആകാശത്ത് വിസിബിൾ ആണ്. പക്ഷെ അത്ര രസം മാത്രമേ അവിടെ ഉള്ളൂ. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊന്നും ഒട്ടും രസകരമല്ല. മൂൺലൈറ്റ് യൂസ് ചെയ്യുന്ന അനിമൽസും ബേർഡ്സും ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഔൾ, അതായത് മൂങ്ങകൾ രാത്രി ഇരപിടിക്കാനായിട്ട് ഈ മൂൺലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ചന്ദ്രൻ അപ്രത്യക്ഷമായാൽ ടോട്ടൽ കൺഫ്യൂഷൻ. ഇനി നമ്മുടെ കടലിന്റെ കാര്യം എടുത്താൽ ടൈഡ്സ് ഉണ്ടല്ലോ, വേലിയേറ്റവും വേലിയിറക്കവും, അതിനെ നിയന്ത്രിക്കുന്ന ചന്ദ്രനാണ്. പെട്ടെന്ന് ഒരു ദിവസം ചന്ദ്രൻ ഇല്ലാതായാൽ ഈ ഒരു മറൈൻ സിസ്റ്റം, ഓഷൻ സിസ്റ്റം തന്നെ കൊളാപ്സ് ആകും. അതോടുകൂടി ഈ ഒരു കടലിൽ ജീവിക്കുന്ന പല ജന്തുക്കളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് കാരണമാകും. അപ്പൊ കടലിലെ പല മത്സ്യങ്ങളും ഇല്ലാണ്ടായാൽ അത് ഈ ഫുഡ് ചെയിനെ, അതായത് ഭക്ഷ്യ ശൃംഖലയെ അത് ബാധിക്കും. പിന്നീട് ഈ ഒരു ഭക്ഷ്യ ശൃംഖല തകർന്നാലോ മറ്റ് ജീവജാലങ്ങളുടെ വംശനാശത്തിന് വരെ അത് കാരണമാകും. ഇനി ചന്ദ്രനാണ് നമ്മളെ സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഭൂമി ആകാശത്തൊരു ചരിവോട് കൂടിയാണ് നിൽക്കുന്നില്ലേ, 23.5 ഡിഗ്രി ചരിവ്, ടിൽറ്റ്. ആ ഒരു ചരിവ് മൂൺ ഇല്ലാണ്ടാകുന്നതോടുകൂടി ചേഞ്ച് ആകും. ചരിവ് ചേഞ്ച് ആയാൽ എന്താണ് ഇത്ര പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഈ ചരിവാണ് നമ്മുടെ ലോകത്തെ സീസണുകളെ നിയന്ത്രിക്കുന്നത്. അതായത് വിന്റർ, സമ്മർ തുടങ്ങിയ പല സീസണുകളും എക്സ്ട്രീം ആയിട്ട് പോകാതിരിക്കാൻ ഈ ഒരു ചരിവാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ചരിവ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നീട് കൊടും കാറ്റ്, കൊടും തണുപ്പ്, കൊടും ചൂട് തുടങ്ങിയ കൊടും സാഹചര്യങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും ഉള്ള പരാതിയാണ്, ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 24 മണിക്കൂർ പോരാ, ഒന്നും ചെയ്യാൻ തികയുന്നില്ല, കൂട്ടണം എന്നുള്ളതൊക്കെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഭൂമി 24 മണിക്കൂർ എടുത്തിട്ടാണ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ റൊട്ടേഷന് ചന്ദ്രൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം ചന്ദ്രൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഭൂമി വേഗത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതോടുകൂടി ഭൂമിയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 8 മുതൽ 10 മണിക്കൂറാകും. ഇതൊന്നും അല്ലാതെ മൂണൊരു ഷീൽഡായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. പുറത്തുനിന്നൊക്കെ വരുന്ന ഉൽക്കകളൊക്കെ ഭൂമിയിൽ പതിക്കുന്നതിന് മുന്നേ മൂണിലാണ് വന്ന് ഇടിക്കുന്നത്, ഫസ്റ്റ് ഇമ്പാക്ട് ഉണ്ടാകുന്നത്. ആ മൂണില്ലായിരുന്നെങ്കിൽ ഇത് നേരെ നമ്മുടെ നെഞ്ചത്ത് വരുമായിരുന്നു. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഒബ്ജക്റ്റ് മാത്രമല്ല, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ ഗാർഡിയനും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ഇനി രാത്രി ആകാശത്ത് ചന്ദ്രനെ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ആലോചിക്കുക, ആകാശത്ത് ഈ ഒരു വസ്തു ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് എപ്പോഴേ അപ്രത്യക്ഷമായനെ. അത് പറഞ്ഞപ്പോഴാണ് മനുഷ്യൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ ഭൂമിക്ക് എന്താണ് സംഭവിക്കുക, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യാം.